ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അമ്മ വീട്ടിലാണുള്ളത്. ആൻഡ് ഈ സ്ഥലം തൃക്കളത്തൂർ, അതായത് മൂവാറ്റുപുഴയിൽ നിന്ന് ആലുവയ്ക്ക് പോണ റൂട്ടിലാട്ടോ ഈ സ്ഥലം. ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഏരിയ. കാരണം ഇവിടെ കനാലുണ്ട്, പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാറയുണ്ട്. നമ്മുടെ കനാലാണ്, അവിടെ കണ്ടോ ആ ഏരിയ, അതൊക്കെ പാറയാണ്. പിന്നെ കാണിച്ചു തരാം എല്ലാം. ഈ കാണുന്ന കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ്. ആൻഡ് ഇതേ അപ്പുറ സൈഡിലും റോഡുണ്ട്, പക്ഷെ അത് കുഞ്ഞു റോഡാണ്, വണ്ടി ഒന്നും അങ്ങനെ പോകുമൊന്നുമില്ല. പിന്നെ ഇത് ഈ കാണുന്ന വാഴയൊക്കെ മമ്മി നട്ടയാട്ടോ. ദേ ഇവനെ കണ്ടോ, ഇവൻ്റെ പേരാട്ടോ ചോക്കി. ഇവന് കാണുന്ന പോലെ ഒന്നുമില്ല, ഇച്ചിരി ടെററാ. പിന്നെ ദേ ഇവൻ നോട്ടി. പിന്നെ ഈ പട്ടിക്കുഞ്ഞുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്ത പട്ടിക്കുഞ്ഞാണ്. ഞാനിത് ഇപ്പം നടന്നു പോകണം നമ്മുടെ പറമ്പിലോട്ടാട്ടോ. ഇവിടെ ദേ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, ഇവിടെ എൻ്റെ അനിയനും ചേച്ചിയും ഒക്കെ ഇന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. പിന്നെ ദേ നമ്മുടെ പറമ്പെത്തി. നമ്മുടെ പറമ്പിൽ അപ്പുറം ആൾക്കാരുടെ പറമ്പുണ്ട്. ഇത് പണ്ടൊരു തോടായിരുന്നു, കുഞ്ഞു തോടായിരുന്നു. ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലാണ്ട് മൂടിപ്പോയി. പണ്ട് എനിക്ക് ഇങ്ങോട്ടൊക്കെ വരാൻ ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ അങ്കിള് പണ്ട് ഞങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ട്, ഇവിടെ പ്രേതം ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. ചെറുപ്പത്തിൽ ബോധമില്ലാത്തതുകൊണ്ട് അതൊക്കെ വിശ്വസിച്ചിരുന്നു. ഈ ഒരു ഷെഡ് കണ്ടോ, ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് പണ്ടൊരു പെട്ടിക്കട ഉണ്ടായിരുന്നു, ഒരു വൈറ്റ് കളർ പെയിൻ്റ് അടിച്ച പെട്ടിക്കട. അപ്പം ഞാനും എൻ്റെ ചേച്ചിയൊക്കെ ചെറുപ്പത്തിൽ വരുമ്പോൾ ആ കടയിൽ അന്ന് തങ്കച്ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയായിരുന്നു ആ കട നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിക്കാർ ഞങ്ങൾക്ക് തേൻമിഠായും സോഡ വെള്ളമൊക്കെ തരുമായിരുന്നു. ഓരോ പാട്ടിനും ഓരോ നാരങ്ങയുള്ളോ അല്ലെങ്കിൽ ഓരോ തേൻമിഠായി എന്ന് പറഞ്ഞു. പിന്നെ ദേ അനിയൻ്റെ സൈക്കിളെടുത്ത് ചുമ്മാ ഞാനൊന്ന് ചവിട്ടി നോക്കിയതാ. ഇവിടെ നിന്നുകൊണ്ട് ആ പാലത്തിലേക്കുള്ള വ്യൂ ഉണ്ടല്ലോ, ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഒരു മഴക്കാറും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കിട്ടു വ്യൂവാ. ആൻഡ് ദേ ഇത് നോക്കിക്കേ, എനിക്ക് എന്തൊരു മൂന്നാറില്ലെങ്കിലും ഏതാണ്ട് മൂന്നാറൊക്കെ പോയൊരു ഫീലാട്ടോ എനിക്ക് ഇവിടെ വരുമ്പോൾ. അങ്ങനെ ക്രിക്കറ്റ് കളിയും കഴിഞ്ഞ് ഒരു സൈക്കിളൊക്കെ ചവിട്ടി ഞങ്ങൾ ഓർത്ത് ഓക്കെ അന്ന് നമുക്കൊന്ന് ജസ്റ്റ് കനാലിറങ്ങാം, കനാലിറങ്ങിയിട്ട് നേരെ പാറയിൽ പോകാമെന്ന്. ഈ ഒരു ടൈമിൽ ഇപ്പോൾ കനാലിൽ വെള്ളമില്ല, കൂടുതലും സമ്മർ ടൈമിലാട്ടോ അവർ കനാലിൽ വെള്ളം തുറന്നു വിടാറ്. ഇവിടുത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടാട്ടോ ഇത്. ആക്ച്വലി കുളമല്ല, കനാലാണ്. കനാലിൽ ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ വിഷമം ഞങ്ങൾ പാറപ്പുറത്ത് കയറി അങ്ങ് തീർക്കാന്ന് വെച്ച്. എൻ്റെ ചെറുപ്പത്തിൽ ഈ ഒരു ഭാഗത്തായിട്ട് മഞ്ചാടിയുടെ മരം ഉണ്ടായിരുന്നു. അപ്പോൾ ടൈമിൽ ഇങ്ങനെ കുറേ മഞ്ചാടിക്കുരു, ഞങ്ങൾ വെക്കേഷൻ ടൈമിൽ വരുമ്പോഴൊക്കെ ഇവിടെ കുറേ മഞ്ചാടിക്കുരൊക്കെ നിലത്തിങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾ പിറക്കിക്കൊണ്ടൊക്കെ പോയിരുന്നു ഞാനും ചേച്ചി. ജസ്റ്റ് കയറണം. ഇതോരോ ആമ്പൽക്കുളാട്ടോ. അതൊരു കുഞ്ഞു കുളമായിരുന്നു, പക്ഷെ അത് മൂടിപ്പോയി, ഒന്നുമില്ല. ഇതിന്ന് വരുന്ന വെള്ളമാണിതേ, അവിടെ കൂടെ ഒക്കെ ഒഴുകി ഒഴുകി പോകുന്നുണ്ട്. കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവിടെ ഉണ്ട്, ഇവിടെ എന്തോ പണ്ടുണ്ടായിരുന്നില്ലേ. ഈ ഒരു മഴക്കാറ് പോലെ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിറങ്ങി കേട്ടോ. ആൻഡ് പോണ വഴിക്കൊരു നൊസ്റ്റു സൈക്കിൾ കണ്ടു. ഇത് നമ്മുടെ വീടിൻ്റെ ഇപ്പുറ സൈഡാട്ടോ. ഇവിടെ നോക്കി നല്ല വ്യൂ അല്ലേ, വീട്ടിലോട്ടും പാലവും കനാലും ഒക്കെ കാണാനായിട്ട്. ഞാൻ വീട്ടിൽ വന്നൊരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ച് നേരെ സ്വന്തം വീട്ടിലോട്ട് പോയി. അപ്പം അത്രയുള്ള വീഡിയോ. ടാറ്റാ.